ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, ഈ ഒരു കുഴലപ്പം ഇത്ര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു പരീക്ഷണാർത്ഥം ഉണ്ടാക്കിയതാണ്, പക്ഷേ സത്യത്തിൽ എന്നെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. എൻ്റെ മോൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. പക്ഷേ ഇത് ഇത്രയും സിമ്പിളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മുമ്പേ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റെസിപ്പി നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനുണ്ടല്ലോ വൈകിട്ട് കുട്ടികൾക്ക് ചായക്ക് ഇന്ന് ഞാൻ നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. ഇടിയപ്പം എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് തോന്നി ഒരിത്തിരി മാറ്റി വെച്ച് നമ്മുടെ കുഴലപ്പം ഉണ്ടാക്കി നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ അതിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു ബോൾ മാറ്റി വെച്ച് ഒരു 5-6 ചെറിയ ഉള്ളി, ഒരിത്തിരി പെരിഞ്ചീരകം, ഒരു പിടി മാത്രം തേങ്ങയും കൂടി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുത്തു കേട്ടോ. എന്നിട്ട് ആ നൂൽപുട്ടിന് കുഴച്ച് വെച്ച് അതേ മാവിലേക്കാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു കുഞ്ഞ് ബോളേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആ തേങ്ങയും ചെറിയ ഉള്ളിയും പെരിഞ്ചീരകമൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് ആ ഇടിയപ്പത്തിൻ്റെ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. സാധാരണ ഇങ്ങനെയൊന്നുമല്ലല്ലോ, വെള്ളം തിളക്കുന്നതിനകത്തോട്ടേക്ക് ഈ ചതച്ച വെച്ച സാധനങ്ങളിട്ട് അരിപ്പൊടി ഇട്ട് അങ്ങനെയൊക്കെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുക. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനകത്ത് തന്നെ കുറച്ച് മാറ്റി വെച്ച് അതിനകത്തായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. എള്ളും കൂടി ചേർക്കണമായിരുന്നേ, എൻ്റെ അടുത്ത് എള്ള് തീർന്നു പോയി. ഇനി ഇത് പരത്തുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ നെയ്പ്പത്തിരിയൊക്കെ പരത്തുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഒരു പ്ലാസ്റ്റിക് പേപ്പറിനകത്തോട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കണേ. എന്നിട്ട് നമുക്ക് നമ്മുടെ കുഴലപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഉരുള എടുത്ത് കൊടുക്കാം. ഏകദേശം ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഉരുളയാക്കുക, എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടി പരന്ന് ഇതുപോലത്തെ ഒരു പ്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. സംഭവം അടിപൊളിയായിട്ട് പരന്ന് കിട്ടും. ഇത് നല്ല നേർമയായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. നെയ്പ്പത്തിരിയൊന്നും പോലെയല്ല, നേർമയായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു പാകത്തിന്. എന്നിട്ട് നമുക്കിത് കൈവിരലിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ നമുക്ക് എങ്ങനെയാണോ എളുപ്പം അങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഇങ്ങനെ കൈവിരലിനകത്ത് വെച്ചിട്ടാണ് ചുറ്റിച്ച് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഈസി ആവണം എന്നില്ല. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിത് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു രീതിയും കൂടെ പരീക്ഷിച്ച് നോക്കി, അതും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ വീണ്ടും ഒരു ബോൾ എടുത്തു, ഇതുപോലെ വെച്ചു, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കാണ് നമുക്ക് നന്നായി പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഞാനിപ്പോൾ ഇനി കാണിച്ചു തരുന്നതുണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ചായ അരിപ്പയുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് സിമ്പിളായിട്ട് പറ്റും കേട്ടോ. അതിനകത്ത് കുറച്ച് എണ്ണ വരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ടേ എടുക്കുമ്പോൾ എത്ര പെട്ടെന്ന് ഇത് റെഡിയായിന്നറിയാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ, ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് തന്നെ ആയിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായിട്ട് സത്യം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതേ ഒന്നുകൂടി ഞാൻ അതുപോലെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതേ നമ്മുടെ ചായ അരിപ്പയുടെ ബാക്ക് വശത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഒന്ന് റൗണ്ട് ആക്കുക, എന്നിട്ട് അത് മെല്ലെ ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ സൈഡൊക്കെ ഒന്ന് നന്നായി ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും സിമ്പിളായിരുന്നു നമ്മുടെ കുഴലപ്പം എന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമുക്ക് നേരെ നമ്മുടെ തിളച്ച എണ്ണയിലിട്ട് കൊടുക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇടുന്ന സമയത്തും അതേപോലെ ലാസ്റ്റിൽ നമ്മൾ കോരിയെടുക്കില്ലേ, ആ സമയത്ത് നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂട് തന്നെ ഉണ്ടായിരിക്കണം. തീ കുറച്ച് കൂട്ടി വെക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മീഡിയത്തിന് താഴെയാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മുരിഞ്ഞ് നമുക്ക് എത്രത്തോളം കളർ വേണോ അത്രയും കളർ ആവുന്നത് വരെ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് എത്ര സിമ്പിളായിട്ട് കണ്ടോ, ഇത് നമ്മുടെ കുഴലപ്പം റെഡി ആയിട്ടുണ്ട്. ശരിക്കും കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ഇത്തിരി മാവും കൂടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കുഴലപ്പം ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഐറ്റം അല്ലേ ഇത്. അപ്പോൾ ഇത് നമ്മുടെ കുഴലപ്പം നല്ല ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കളർ ചിലർ ഇത്രയും കളറാക്കില്ല, ചിലർക്ക് ഗോൾഡൻ കളർ വേണം. അപ്പോൾ എനിക്കിങ്ങനെ ഒരു മുരിയുന്ന കളർ ഇഷ്ടമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ വീണ്ടും അതേപോലെ തന്നെ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ ചായ അരിപ്പയുടെ ബാക്ക് വശത്ത് വെച്ച് കൊടുക്കുക, ചുറ്റിക്കുക, എന്നിട്ട് മെല്ലെ പതുക്കെ വലിച്ചെടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഒട്ടിച്ചു കൊടുക്കാൻ മറക്കരുത്, ഇല്ലെങ്കിൽ തുറന്നു പോകും കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ എന്താണ് കുഴലപ്പമൊക്കെ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കണ്ടോ പൊങ്ങിയിട്ടൊക്കെ വന്നത് കണ്ടോ, നല്ല ഇങ്ങനെ കയ്യിൽ ഇട്ട് പൊടിക്കുമ്പോൾ നല്ല കൃന്ന് അങ്ങോട്ട് പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഞാൻ ഇന്ന് അത്രയും സന്തോഷത്തിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാനിതേ നമ്മുടെ ബാക്കിയുള്ള കുഴലപ്പം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ച് കൊടുക്കാറാണ് പതിവ്. ഇനിയിപ്പോൾ സിമ്പിളായി വീട്ടിലുണ്ടാക്കാമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ കുഴലപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.